സാറിൻ്റെ മനസ്സിലെ എല്ലാ കാലത്തും ഈ ആശയഗതികൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ പഠിപ്പിക്കുന്ന സമയത്ത് സാറും അവിടുത്തെ പ്രൊഫസർ VK മൂത്തതും ഈ കൺഫ്യൂഷൻ്റെ ആശാന്മാരായിരുന്നു എന്ന് ചില സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ കഥ പറയാറുണ്ട്. ഞാൻ ക്ലാസ്സിൽ ചെന്നാൽ എൻ്റെ കൺഫ്യൂഷനൊക്കെ അവർക്ക് കൊടുക്കും. മൂത്തത് സാറ് അവരുടെ കൺഫ്യൂഷൻ എല്ലാം സാർ ഏറ്റെടുത്തോണ്ടിരും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ അദ്ദേഹം എപ്പോഴും കൺഫ്യൂഷനാണ്, ഞാൻ വളരെ ശാന്തനാണ്. ഇതൊക്കെ കൊടുത്ത് എനിക്ക് ഞാൻ നേരമ്പോൾ പറയാം, കാര്യം ശരിയാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, പല കാര്യങ്ങളിലും കൺഫ്യൂഷനുണ്ട്, തീരുമാനമാകാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ അത് എൻ്റെ മാത്രം ബുദ്ധിമുട്ടല്ല, മനുഷ്യബുദ്ധി തന്നെ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് 60-ാം വയസ്സിൽ കിട്ടിയ ഒരേ ഒരു സമ്മാനം ജോർജ് സുദർശൻ, ECG സുദർശൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഒരു പുസ്തകം അദ്ദേഹം അയച്ചു തന്നതാണ്. അതെങ്ങനെ അദ്ദേഹം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞു, എങ്ങനെ എന്നിൽ എത്തിച്ചു എന്നറിയില്ല. കാരണം അതിനൊക്കെ 60-ാം പിറന്നാളിന് ഇത്രയും മുൻപ് ആണ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളത്. ഡൗട്ട് ആൻഡ് സെർട്ടൻറ്റി എന്നാണ് ആ പുസ്തകം. അപ്പോൾ ഡൗട്ടിലും സെർട്ടൻറ്റിയിലും കൂടി ഇങ്ങനെ മാറി മാറി കാലുകുത്തി മനുഷ്യ പ്രതിഭ മുമ്പോട്ട് പോകുന്ന അതിമനോഹരമായ, എന്നെ സംബന്ധിച്ചിടത്തോളം കാവ്യാത്മകമായ ഒരു ഗ്രന്ഥമാണ്, സയൻസാണ്. ഡൗട്ടിലും സെർട്ടൻറ്റിയിലും അവസാനം ഒരു അൺസർട്ടൻറ്റി എന്ന് പറയുന്ന പാര്യന്തിക സത്യത്തിൽ ചെന്ന് മുട്ടുകയാണ്. അദ്ദേഹം അവിടെ കൊടിയല്ല നില ചെന്ന് ഇങ്ങനെ മുട്ടുകയാണ്, അത്രയേ ഉള്ളൂ. ഇതൊരു വലിയ കാഴ്ചപ്പാടാണ്. മനുഷ്യൻ്റെ ജീവിതം തന്നെ ഇങ്ങനെയാണ്, പ്രപഞ്ച ജീവിതം തന്നെ അങ്ങനെയാണ്. എല്ലാം സെർട്ടനായ പിന്നെ ജീവിതത്തിൽ ഒരു ചാലഞ്ചില്ല, എല്ലാം ഡൗട്ടായ പിന്നെ പ്രാന്താശുപത്രിയിലാണ് സ്ഥാനം. രണ്ടിനും ഇടയ്ക്ക് കൂടിയാണ് മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത്, രണ്ടിനും ഇടയ്ക്ക് കൂടിയാണ് മനുഷ്യൻ്റെ പ്രതിഭ മുമ്പോട്ട് ഓരോ ചുവടും വെക്കുന്നത്. ചരിത്രഗതിയാണിത്. അതുകൊണ്ട് എനിക്കതിലൊരു നാണക്കേടും തോന്നുന്നില്ല. അല്ല, ഇപ്പോൾ സാറിന് ഏറ്റവും ബലമായ സംശയമുള്ളത് ഏത് കാര്യത്തിലാണ്? ഇപ്പോൾ ഏറ്റവും ബലമായ സംശയമുള്ളത് ഏത് കാര്യത്തിലാണ്? ഞാൻ ഇത്ര നാൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇത്ര നാൾ പറഞ്ഞ് മനുഷ്യരെ, ഞാൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശസ്തി കിട്ടിയിട്ടുണ്ട്. ഞാൻ സത്യം തുറന്നു പറയുന്നതാണ് ജോണിയോട്. ഒരു പുസ്തകം ഞാൻ എഴുതുമെന്നോ പ്രസിദ്ധം ചെയ്യുമെന്നോ അതിന് വായിക്കാൻ ആളുണ്ടാകുമെന്നോ അതിന് റോയൽറ്റി കിട്ടുമെന്നോ അതിൻ്റെ പേരിൽ ഈ ദേശീയ പുരസ്കാരം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു 10-20 വയസ്സ് വരെ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടുള്ളതല്ല. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ 3 വർഷം പൂജാരിയായി കഴിഞ്ഞ ആ സമയത്ത് ക്ഷേത്രാചാരങ്ങളിൽ, ക്ഷേത്ര ഭരണ സംവിധാനത്തിൽ സാറിനുള്ള വിശ്വാസം കുറയുകയാണോ ചെയ്തത്, കൂടുകയാണോ ചെയ്തത്? ക്ഷേത്രങ്ങളുടെ ഭരണ വ്യവസ്ഥകളിലൊക്കെ അത് ഇങ്ങനെ പോയാൽ പോരാന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ എനിക്ക് അവിശ്വാസമാണ് ഉണ്ടാകുന്നത് കൂടുതൽ. കാരണം ഇങ്ങനെയല്ല വേണ്ടത്. കാരണം പലപ്പോഴും ക്ഷേത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന വിശുദ്ധി, മാനസികമായ ചിട്ട, ആത്മീയമായ ചിട്ട കൊണ്ടു നടക്കാൻ സഹായകമല്ല ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ. കാരണം ഇതിൽ ഇക്കണോമിക് ഇൻട്രസ്റ്റ് വരുന്നു. ഒരു വേള എല്ലാ മതങ്ങളിലും ഇങ്ങനെ ആയിരിക്കാം. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആകും തോറും, സംഘടിതമാകും തോറും ബുദ്ധമതത്തിന് സംഭവിച്ചതെന്തോ അത് ക്രിസ്തുമതത്തിനും ഹിന്ദുമതത്തിനും ഇസ്ലാമിനും ഒക്കെ ഉണ്ടാകും. ബുദ്ധമതം പ്രചരിച്ച ശ്രീലങ്കയിലോ ടിബറ്റിലോ ബീഹാറിൽ തന്നെയോ നോക്കൂ, ഏറ്റവും നാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിംസയുടെ പരമാവധിയാണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ പല ചിന്തകന്മാരും പറഞ്ഞിട്ടുള്ളത് സംഘടിതമാക്കി. ബുദ്ധം ശരണം ഗച്ഛാമി എന്നും ധർമ്മം ശരണം ഗച്ഛാമി എന്നും പറയുന്ന കൂട്ടത്തിൽ സംഘം ശരണം, ആ സംഘമായി കഴിഞ്ഞാൽ സംഘവാസനകൾ വന്നാൽ പിന്നെ തമസ്സിനുള്ള ഒരു പഴുതാണ്. പിന്നെ അത് തടഞ്ഞാൽ നിൽക്കുകയില്ല. ഇത് എല്ലാ മതങ്ങളെയും ഈ സംഘടന, സംഘടിതത്വം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, സ്ഥാപനീകരണം എന്നുള്ള അതിലൊളിഞ്ഞിരിക്കുന്ന തമസ് ബാധിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന, ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായതൊന്നും ഞാൻ ചെയ്യില്ല. അത് ആചാരപ്രകാരം എത്ര സ്വീകാര്യമായാലും വ്യവസ്ഥാപിതമായി അതിനെ അനുവദിച്ചാലും ഒക്കെ ശരിയാണ്, ഞാനേ ചെയ്യില്ല. ഈ പശ്ചാത്തലത്തിൽ ഈ ഗുരുവായൂരിൽ അടുത്തിടെ ഉണ്ടായ പുണ്യാഹ വിവാദത്തെ സാർ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഇതൊന്നും യാതൊരു വേദസമ്മതിയുമില്ല. വേദമാണ് പ്രമാണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജാതിക്ക് യാതൊരു ഐത്തത്തിന് യാതൊരു സാധൂകരണവുമില്ല. പുണ്യാഹം എന്ന് പറഞ്ഞ് വെള്ളം കുടഞ്ഞ് ശുദ്ധിയാക്കുന്നതിനും യാതൊരു സാധൂകരണവുമില്ല. പുണ്യാഹത്തിലെ മന്ത്രങ്ങൾ സാക്ഷാത്കരിച്ച, മന്ത്രസിദ്ധി വരുത്തിയ, സാക്ഷാത്കരിച്ച ഒരു മനസ്സിന് തീർച്ചയായും മാനസികമായ മണ്ഡലങ്ങളിൽ വിശുദ്ധീകരണത്തിൻ്റെ ഉള്ള പ്രാഭവം ഉണ്ടാകും. അങ്ങനെയുള്ള ആരുണ്ടെന്ന് എനിക്ക് കണ്ടെത്താൻ വിഷമമാണ്. അങ്ങനെ സ്വന്തം ആത്മബലം കൊണ്ട് പരിസരങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു മഹാതേജസ്വിയായ ഒരാളെ ഞാൻ നോക്കിയിട്ടെങ്ങും കാണുന്നില്ല. പിന്നെ കണ്ടു ഞാൻ കള്ളം പറയണമെങ്ങനെ? വൈദികമായ യാതൊരു സാധുതയോ അതിനില്ല. അവർ ആളുകൾ കയറുന്നതിനും ഇഷ്ടമുള്ളവർ എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ആരാധിക്കുവാനും ഏകാഗ്രത ശീലിക്കുവാനുമുള്ള ഒരവസരമാണ് ക്ഷേത്രം കൊടുക്കേണ്ടത്. അതിനാരെയും തടയുന്നതിൽ യാതൊരു സാധൂകരണവും ഞാൻ കാണുന്നില്ല. ഇതൊക്കെ വേദസമ്മതി ഉണ്ടെന്ന് ആൾ പറയുന്നു. പക്ഷേ ഏത്